നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 3-ലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ ഒന്നാമത്തെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ LPP എന്ന് ചുരുക്കി വിളിക്കാറുണ്ട്. ഈ LPPയിൽ ലീനിയർ പ്രോഗ്രാം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലാത്ത മറ്റു ചില എക്സാമ്പിൾസും നമ്മൾ പരിചയപ്പെട്ടു. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ് ഒരു ലീനിയർ പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു. മിക്ക സമയങ്ങളിലും നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യൻ തന്നിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ചോദിക്കാറ് സാധാരണഗതിയിൽ. അത് 7 മാർക്കിനോ അല്ലെങ്കിൽ 8 മാർക്കിനോ മാക്സിമം 9 മാർക്കിന് വരെ ആ ചോദ്യം ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു, ഒന്നാമത്തെ ടെക്നിക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ താഴെ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുള്ളൊരു വാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയതാണ്, പരിചയപ്പെട്ടതാണ്. ഈ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ആക്ച്വലി ഗ്രാഫിക്കൽ മെത്തേഡ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേറ്റ് ചെയ്യാൻ പഠിച്ചു. നമുക്കത് ഫോർമുലേറ്റ് ചെയ്യൽ മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം നമ്മളൊരു കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ നമ്മളെ ലിമിറ്റേഷൻസ് അല്ലേ. ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ ഇത്ര തൊഴിലാളികളേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര മെഷീൻസേ ഉള്ളൂ, ഓരോ മെഷീൻസിലും ഇത്ര മണിക്കൂറേ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ആ ഒരു കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം ലാഭകരമാകുന്ന രൂപത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആ ലാഭം സൃഷ്ടിക്കാൻ വേണ്ടി എത്ര പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കണം എന്ന് കണ്ടുപിടിക്കലാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ ആ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ മെഷീൻസ് വരും, അതേപോലെ അവിടുത്തെ വർക്കിംഗ് ഹവേഴ്സ് വരും, എല്ലാം അത് ഓരോ കമ്പനിക്കും ഓരോ രീതിയിലായിരിക്കും കൺസ്ട്രെയിൻസ് ഉണ്ടാകുക. ആ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെ അധികരിപ്പിക്കാം, ഇനി കോസ്റ്റാണ് സംസാരിക്കണമെങ്കിൽ നമ്മളെ കോസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യാം, കുറക്കാം. ഇങ്ങനെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ എത്ര പ്രൊഡക്റ്റ് നിർമ്മിക്കണം, X1 X2 എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. X1 X2 എന്നുള്ളതൊക്കെ ഓരോ പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കലാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ ഓരോ പ്രൊഡക്റ്റിൻ്റെയും എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മളത് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ മുന്നേ പഠിച്ച ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ടോയ് കമ്പനി പ്രൊഡ്യൂസസ് 2 പ്രൊഡക്ട്സ്, കാർസ് ആൻഡ് ഗൺസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തതുമാണ്. നമ്മളതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് ടേബിൾ വരച്ചിരുന്നു. ഈ ടേബിൾ പ്രകാരം S1 S2 കാറ്, ഗണ്ണ്, ടോട്ടൽ അവൈലബിൾ ടൈം എന്നൊക്കെ പറഞ്ഞ്, പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേറ്റ് ചെയ്തതാണ് അല്ലേ. നമ്മൾ ചെയ്ത ആ ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് Z 10x1 + 20x2 സബ്ജക്റ്റഡ് ടു ദി കൺസ്ട്രെയിൻസ് ആണ് 1x1 + 4x2 ≤ 30, 5x1 + 3x2 ≤ 40, x1 greater than or equal to 0, x2 greater than or equal to 0. ഇതെപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഏത് നോൺ നെഗറ്റീവ് നമ്പർ എന്നുള്ള ഈ റീജിയൻ x1 greater than or equal to 0, x2 greater than or equal to 0, ഏത് പ്രോബ്ലത്തിലും അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രോബ്ലത്തിനനുസരിച്ച് ടേബിൾ വരച്ചിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിനെ സോൾവ് ചെയ്യാൻ പോവാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ഫോക്കസ് ചെയ്യുന്നത് ഈ കൺസ്ട്രെയിൻസ് ആണ്. ഇവിടെ കൺസ്ട്രെയിൻസ് എന്താണ്? 1x1 + 4x2 <= 30 എന്നാണ്. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഈ ഇനീക്വാളിറ്റി, ഇതിന് ഇനീക്വാളിറ്റി എന്നാണ് പറയാം. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഈക്വൽ ടു എന്നാക്കി മാറ്റുകയാണ്. ഈക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. 1x1 + 4x2 <= 30 എന്നായിരുന്നു. നമ്മൾ എന്താക്കിയത്? ഈക്വലൈസ് ചെയ്തു, ഈക്വൽ സൈൻ കൊടുത്തു, = 30 എന്ന് കൊടുക്കുക. ഓക്കെ, സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് കേട്ടോ. അതിലൊന്നാമത്തെ പോയിന്റ് എന്താണ്?
നമുക്കുള്ള ഈ കൺസ്ട്രെയിൻസിൽ എന്ന ഈ ഒരു ഭാഗങ്ങൾ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഈ സൈനൊക്കെ മാറ്റി എന്ത് കൊടുക്കുക, ഈക്വൽ സൈൻ കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഇക്വേഷൻ എന്തായിരിക്കും, 5x1 + 3x2 = 40. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുമ്പോഴാണ് അതൊരു ഇക്വേഷനായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കി 1x1 + 4x2 = 30 എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കുക, ആദ്യം ചെയ്യേണ്ടത് പുട്ട് x1 = 0. അതായത് ഇതിൽ x1 ഉണ്ട് x2 ഉണ്ട്. ആദ്യമായി നമ്മൾ എന്ത് കൊടുക്കുകയാണ്, x1ന് 0 കൊടുക്കുകയാണ്. x1ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1x1 എന്നുള്ള ഈ x1 എന്നുള്ള സ്ഥാനത്ത് എന്തായി മാറും, 0 ആയി മാറും. x2 അങ്ങനെ തന്നെ, കാരണം x2ൻ്റെ വാല്യൂ നമ്മളോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് തിരികെ ഒരു ഇക്വേഷനിൽ, ഒന്നാമത്തെ ഇക്വേഷനിൽ x1ന് 0 കൊടുക്കാം. അപ്പോൾ എന്ത് കൊടുക്കുക, 1 × 0 അല്ലേ, x1ന് 0 ആയി. പ്ലസ് 4 × x2 = 30. അതിൽ 1 × 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ, 4x2 = 30. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 30 കണ്ടുപിടിക്കാം. x2 കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, x2ൻ്റെ കൂടെയുള്ള 4 ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. x2ൻ്റെ കൂടെയുള്ള 4 ഇൻറ്റു ആണ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 30/4 പറഞ്ഞാൽ 7.5 ആണ്. അപ്പോൾ നമുക്ക് x1ന് 0 കൊടുത്തപ്പോൾ x2 എത്ര കിട്ടി, 7.5. അത് നമ്മൾ ഈ രൂപത്തിൽ കോർഡിനേറ്റ് ആയിട്ട് എഴുതി വെക്കണം. ആദ്യം x1 എഴുതുക, പിന്നെ എന്ത് എഴുതുക, x2 എഴുതുക. ഇവിടെ x1ന് എന്ത് കൊടുത്തു, 0 കൊടുത്തു. അപ്പോൾ x2 എന്തായി മാറി, 7.5 ആയി മാറി. അപ്പോൾ ആദ്യം x1 ആണ് എഴുതേണ്ടത്. x1ന് 0 ആണ് കൊടുത്തത്, 0, 7.5. ഇനി x1ന് 0 കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത പ്രോസസ്സ് എന്തായിരിക്കും, x2ന് 0 കൊടുത്ത് നോക്കണം. ഇക്വേഷനിൽ ഒരാൾക്ക് മാത്രം 0 കൊടുത്താൽ പോരാ. അപ്പോൾ x1ന് 0 കൊടുത്തപ്പോൾ x2 കിട്ടി. ഇനി നമ്മൾ x2ന് 0 കൊടുത്തപ്പോൾ x1 എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സോ അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഇക്വേഷനിൽ തന്നെ പുട്ട് x2 = 0 എന്ന് കൊടുക്കുക. ഓക്കെ, വളരെ ഈസിയാണ്. സോ x2ൻ്റെ സ്ഥാനത്ത് ഇനി എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഇക്വേഷനിൽ x2ൽ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. കൊടുത്തു നോക്കാം. 1x1 + 4x2 എന്നായിരുന്നു. x2 ഇവിടെ 0 ആണ്. സോ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, = 30. അപ്പോൾ ഈ 4 × 0 എന്നുള്ള ഈ ഒരു പാർട്ട് ടോട്ടലി 0 ആയി പോകും. നമ്മൾ പിന്നെ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, 1x1 = 30 എന്ന് മാത്രമേ ഉള്ളൂ. 1x1 = 30. അതിൽ നിന്ന് x1 = എന്ത് കിട്ടും, 30 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് എന്താ, x2ന് 0 കൊടുത്തപ്പോൾ x1 എന്തായി മാറി, 30 ആയി മാറി. അപ്പോൾ ഇങ്ങനെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് x1 ആണ്. ഇവിടെ ഇപ്പോൾ x1 എന്താ, 30 ആണ്. 30 ആദ്യം എഴുതി, x2 ഇവിടെ എന്താണ്, 0 ആണ്. 0 എഴുതി. ഓക്കെ, നമുക്ക് ഈ കോർഡിനേറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. കോർഡിനേറ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x1 ആയിരിക്കും. രണ്ടാമത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x2 ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുകയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, രണ്ടാമത്തെ ഒരു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 5x1 + 3x2 <= 40 എന്നാണ്. നമ്മൾ അതിന് ഈക്വൽ സൈൻ കൊടുത്തു. 5x1 + 3x2 = 40 എന്ന് കൊടുത്തു. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക, x1ന് 0 കൊടുക്കുക. പുട്ട് x1 = 0. x1ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 5x1ലെ x1ന് 0 ആയി മാറും. 5 × 0 + 3x2 = 40. ദെൻ 3x2 = 40. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, x2 കണ്ടുപിടിക്കാം. 40/3 വരുന്നത് 13.3 ആണ്. ഇനി കോർഡിനേറ്റ് നിങ്ങൾ നോക്ക്. ഈ കോർഡിനേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ എന്താ, x1 0 ആണ്. അപ്പോൾ എന്തായി, x2 13.3. താഴെ നോക്ക്, 0, 13.3. ഇനി അതേപോലെ തന്നെ പുട്ട് x2 = 0. അപ്പോൾ x2ൻ്റെ സ്ഥാനത്ത് എന്തായി മാറും, 0 ആയി മാറും. 5x1 + 3 × 0 = 40. ദെൻ 5x1 = 40. x1 എന്ന് പറഞ്ഞാൽ 40/5. ആൻസർ എത്ര വരിക, 8 വരും. സോ കോർഡിനേറ്റ് എങ്ങനെ വരും, x2ന് 0 കൊടുത്തപ്പോൾ x1 8 കിട്ടി. അപ്പോൾ കോർഡിനേറ്റ് 8, 0. 8 ആണ് x1, 0 x2 ആണ്. ഇത് x2, ഇത് x1. ഓക്കെ, അപ്പോൾ x1നും x2നും 0 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയി ഇപ്പോൾ x1നാണ് 0 എങ്കിൽ കറസ്പോണ്ടിങ് x2ൻ്റെ വാല്യൂ കിട്ടും. x2ന് 0 കൊടുത്താൽ കറസ്പോണ്ടിങ് x1ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം. അതെങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്, ഈ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാഫ് വരക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഇത് ഗ്രാഫാണ്. ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഒന്നാമത്തെ ഇക്വേഷൻ്റെ പോയിന്റ് 0, 7.5.
ഇവിടെ ഈ ഗ്രാഫിൽ ഈ താഴെ കാണുന്ന ആക്സിസ് x1ൻ്റെ ആക്സിസ് ആണ്. സോ x1ൻ്റെ പോയിൻ്റൊക്കെ മെൻഷൻ ചെയ്യേണ്ടത് ഈ ആക്സിസ് യൂസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ ഈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞാൽ x2ൻ്റെ ആക്സിസ് ആണ്. അപ്പോൾ x2 എന്നുള്ള കോർഡിനേറ്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യേണ്ടത് ഈ വെർട്ടിക്കൽ ആക്സിസ് യൂസ് ചെയ്തിട്ടാണ്. ബിക്കോസ് ഈ വെർട്ടിക്കൽ ആക്സിസ് മെൻഷൻ ചെയ്യുന്നത് x2നെയാണ്. ഓക്കെ, ദിസ് ഈസ് x1 ആൻഡ് ദിസ് ഈസ് x2. ഇനി നോക്കാം, ഒന്നാമത്തെ പോയിന്റ് എന്താ? 0.0,7.5. എന്താ ഇതിൻ്റെ അർത്ഥം? x1 0, x2 7.5. x1 0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും. x2 7.5 പറഞ്ഞാൽ ഈ ലൈനിൽ ഈ ഭാഗത്ത് എന്ത് വരും? 7.5 വരും. ഇത് 6 ആണ്, ഇത് 8 ആണ്, അതിൻ്റെ നടുവിലായിട്ട് വരും 7.5. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് രേഖപ്പെടുത്തി. ഇനി അടുത്തത് ഇത് വേണം അല്ലേ? 30,0. ഈ ഒന്നാമത്തെ ഇക്വേഷനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇക്വേഷനിൽ ഇതൊരു കോർഡിനേറ്റ് ആണ്, ഇതൊരു കോർഡിനേറ്റ് ആണ്. ഈ രണ്ട് കോർഡിനേറ്റ് മാർക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഗ്രാഫ് വരക്കേണ്ടത്. അപ്പോൾ ഈ കോർഡിനേറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഈ കോർഡിനേറ്റ് മാർക്ക് ചെയ്യാണ് 30, 0. അതായത് x1 30, x2 0. x1 30 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്, x1 30 ആണ്, ഇവിടെ വരും അല്ലേ? ഇനി x2 0 എന്ന് പറയുമ്പോൾ x2 0 എവിടെ വരിക? ഇവിടെ വരും. അപ്പോൾ നോക്ക്, ഈ പോയിൻ്റ് ആയിരിക്കും 30, 0 എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് ആയിരിക്കും. 0, 7.5 പറഞ്ഞാൽ ഈ പോയിൻ്റ് ആയിരിക്കും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് ആണ്. ഈ രണ്ട് കോർഡിനേറ്റ്സിനെയും കണക്ട് ചെയ്തിട്ട് ലൈൻ വരക്കുക. ആ ലൈനിൻ്റെ മേലെ നമുക്ക് ആ ഇക്വേഷൻ എഴുതി വെക്കാം. 1x1 + 4x2 = 30. എന്താ അതിൻ്റെ മീനിങ്? ഈ ഒന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ രണ്ടാമത്തെ വരക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? 0,13.3. 0,13.3. അപ്പോൾ x1 0 ആണ്, x2 13.3 ആണ്. അതെവിടെ വരും? ഇതാ ഇവിടെ വരും. ഓക്കെ, നോക്ക്, ഇതിന് നേരൊക്കെ നോക്കിയാൽ x1 0 ആണ്, x2 ഇവിടെ എന്താണ്? 13.3 ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 8,0 ആണ്. 8,0. അതായത് x1 8ഉം x2 0. x1 8 പറഞ്ഞാൽ ഈ ഭാഗത്ത് വരും. ഓക്കെ, 5, 10ൻ്റെ ഇടയിൽ. അത് നിങ്ങൾ ഗ്രാഫ് വരക്കുമ്പോൾ നിങ്ങൾ അളവുകളെടുത്ത് വരക്കുന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. ഗ്രാഫ് വരക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ദെൻ x2 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് നേരൊക്കെ നോക്കുമ്പോൾ 0 അല്ലേ? ഈ പോയിന്റിൻ്റെ പ്രത്യേകത, ഈ പോയിന്റിലുള്ളത് x2 8 ആണ്, അതിൻ്റെ നേരൊക്കെ നോക്കുമ്പോൾ 0 ആണ്. അപ്പോൾ ഇതാണ് ആ പോയിന്റ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിനെയും കണക്ട് ചെയ്തിട്ട് ലൈൻ വരക്കുക. അവിടെ ലൈനിൻ്റെ മുകളിൽ ഇക്വേഷൻ എഴുതി വെക്കുക. 5x1 + 3x2 = 14 എഴുതി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ കൺസ്ട്രെയിൻസിൻ്റെ ഈ രണ്ട് സൈന് നോക്ക്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ ലൈനിൻ്റെ താഴേക്കാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ലൈനിൻ്റെ മുകളിലേക്കാണ്, മുകളിലത്തെ റീജിയനാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ലൈൻ എടുത്തു, ഒന്നാമത്തെ ഇക്വേഷൻ്റെ ലൈനാണ്. ഈ ലൈനിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? താഴത്തേക്കായിരിക്കും. ഓക്കെ, താഴത്തേക്കായിരിക്കും. താഴത്തെ ഏരിയ നമ്മൾ എന്ത് ചെയ്യാം? താഴത്തെ ഏരിയ പറഞ്ഞതാ ഇത്രയും വരും. ഇത്രയും ഏരിയ ആയിരിക്കും ഈ ഇക്വേഷൻ്റെ കൺസ്ട്രെയിൻസ് പ്രകാരമുള്ള ഒരു റീജിയൻ. ഇനി ഈ ഒരു ഇക്വേഷൻ്റെ ഈ ലൈനിൻ്റെ താഴത്തെ റീജിയൻ ഇതാ ഇത്ര വരും. ഇതാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഫുൾ മുകളിലോട്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ്റെ ലൈനും സെക്കൻഡ് ഇക്വേഷൻ്റെ ലൈനും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന റീജിയൻ ഏതാണ്? ഇത്രയും റീജിയനാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രകാരം അല്ലേ? നോക്ക്, ഈ ഒരു ലൈനിൻ്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇത്രയും ഭാഗമാണ് അല്ലേ? ഈ ലൈനിൻ്റെ പറഞ്ഞാൽ ഇത്രയും ഭാഗമാണ്. ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ഏതാ? ഇത്രയും ഭാഗമാണ്. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള റീജിയനെ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്യാം. ലൈൻ വരക്കുക. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ, അല്ലെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്ന റീജിയനാണ് ഈ റീജിയൻ. ഇതിപ്പോൾ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ് അല്ലേ? ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ്. ഈ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ഓരോ കോർണറിലും നമ്മൾ എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. ഈ കോർണറിന് ഞാൻ എ എന്ന് കൊടുത്തു, ഇത് ബി എന്ന് കൊടുത്തു, ഇത് സി എന്ന് കൊടുത്തു, ഇത് ഡി എന്ന് കൊടുത്തു. ഇനി അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക. ഓക്കെ, ഈ ടേബിളിൽ ഇപ്പോൾ ഏതൊക്കെ പോയിന്റ് ഉള്ളത്? എ, ബി, സി, ഡി. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ പോയിന്റിന് എഴുതിയിട്ട് എ, ബി, സി, ഡി എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തു. ഇനി എ എന്നുള്ള പോയിന്റ് എടുക്കുകയാണ്. എ എന്നുള്ള പോയിന്റിലെ x1, x2 എന്നുള്ള രണ്ട് വാല്യൂ നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. എയിലെ ഇപ്പോൾ ഇതല്ലേ എ എന്നുള്ള പോയിന്റ്,
എ എന്നുള്ള പോയിന്റിൽ x1 വാല്യൂ ഏതാ? x1 ആക്സിസ് താഴെയാണ്. അപ്പോൾ x1 ആക്സിസിലേക്ക് ഒന്ന് ഇങ്ങനെ നോക്കി നോക്കുക. എന്താ കിട്ടുന്നത്? 0 ആണ്. അപ്പോൾ x1 0 കൊടുത്തു. x2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? ഈ ലൈൻ നിൽക്കുന്ന ഈ പോയിന്റ് നിൽക്കുന്ന x2 ആക്സിസിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ അളവ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഗ്രാഫ് വരക്കുമ്പോൾ ഇത് കിട്ടും 7.5 ആണ്. ഓക്കെ, ഇനി ബി എന്നുള്ള പോയിന്റ് എടുക്കുക. ബി എന്നുള്ള പോയിന്റിൽ x1 എങ്ങനെ താഴേക്ക് ഒരു ലൈൻ വരച്ച് നോക്കുക. അപ്പോൾ എവിടെയാണോ ഗ്രാഫിൻ്റെ ഏത് പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത് അത് നോക്കുക. ഞാൻ വരച്ച പ്രകാരം x1 4 ആണ്. x1 ഏതാണ്ട് ഈ ഭാഗത്താണ് തട്ടുന്നത്, 4 ആണ്. ദെൻ x2 പറഞ്ഞാൽ ഈ ബി എന്നുള്ള പോയിന്റിൽ നിന്ന് x2 ആക്സിസിലേക്ക് ഒന്ന് ലൈൻ ഒന്ന് നോക്കി നോക്കുക. ലൈൻ വരക്കണമെന്നില്ല, ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ കിട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അതേപോലെ സി എന്നുള്ളതിൽ സീൻ്റെ x1 വരുന്നത് 8 ആണ്. സീൻ്റെ x2 വരുന്നത് x1 x2 എന്ന് പറയുമ്പോൾ ആ ആക്സിസിലേക്ക് ഒന്ന് സ്കെയിൽ വെച്ച് നോക്കുക. അപ്പോൾ സി എന്നുള്ളത് എവിടെ ഇരിക്കുന്നത്? x1 എന്നിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ സ്കെയിൽ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല, അവിടുത്തെ ആ പോയിന്റ് എടുത്താൽ മതി. എത്ര? 8 ആണ്. x2 ഇങ്ങോട്ട് സ്കെയിൽ വെച്ച് നോക്കുക. ആ പോയിന്റ് നേരെ സ്കെയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 0 കിട്ടുന്നത് 0. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇത് ഒറിജിൻ ആയതുകൊണ്ട് 0 0. അപ്പോൾ ഇവിടെ ഓരോ പോയിന്റിലെയും x1ഉം x2ഉം നമ്മൾ കണ്ടെത്തി. നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പഠിച്ചിരുന്നു. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 10x1 പ്ലസ് 20x2. ഓക്കെ, ഈ z ഈസ് ഈക്വൽ ടു 10x1 പ്ലസ് 20x2 എന്നുള്ളത് ഈ കോളത്തിൽ എഴുതി അല്ലേ? എനിക്ക് z എന്ന് എഴുതിയാലും മതി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ കോളത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത്. z ഈസ് ഈക്വൽ ടു 10x1 പ്ലസ് 20x2. ഇനി എ എന്നുള്ള പോയിന്റിലെ z കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഇക്വേഷനിൽ എ എന്നുള്ള പോയിന്റിന് നേരെയുള്ള കറസ്പോണ്ടിങ് x1ഉം x2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഒരു മോഡൽ എക്സാമ്പിളോടെ ചെയ്തിട്ടുണ്ട്. z ഈസ് ഈക്വൽ ടു 10x1. z ഈസ് ഈക്വൽ ടു 10x1 ഇവിടെ എത്ര? എ എന്നുള്ള പോയിന്റ് 0 ആണ്. 10 × 0 പ്ലസ് 20x2. 20 × x2 ഇവിടെ എത്ര? 7.5 ആണ്. അപ്പോൾ കിട്ടുന്ന വാല്യൂ 150 ആണ്. ഇനി ബി എന്നുള്ള പോയിന്റ് എടുക്കുക. ബി എന്നുള്ള പോയിന്റിൽ ഞാൻ പിന്നെ അവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇതേപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടത്. z ഈസ് ഈക്വൽ ടു 10x1 പ്ലസ് 20x2 എന്നുള്ള ഇക്വേഷനിൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x1ൻ്റെ വാല്യൂ എന്താണോ? 4 അല്ലേ? ആ 4 ഇവിടെ ഇട്ട് കൊടുക്കുക. x2ൻ്റെ വാല്യൂ എന്താ? 6 അല്ലേ? 6 ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 160 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, 160 തന്നെയല്ലേ കിട്ടുന്നത് എന്നുള്ളത്. അതേപോലെ സിയിൽ x1 8 ആണ്, x2 0 ആണ് അല്ലേ? അപ്പോൾ എന്ത് വരും? 10 × 8 പ്ലസ് 20 × 0, കാരണം x2 0 ആണ്. അപ്പോൾ കിട്ടുന്നത് 80 ആയിരിക്കും. ഡി എന്നുള്ള പോയിന്റിൽ കിട്ടുന്നത് നോക്കി 0 0 ആണ്. x1നും x2നും 0 കൊടുക്കുക. അപ്പോൾ 10 × 0 0 പ്ലസ് 20 × 0 0. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് പ്രകാരം സെഡിൻ്റെ വാല്യൂ 150 ഉണ്ട്, 160 ഉണ്ട്, 8 ഉണ്ട്, 80 ഉണ്ട്, 0 ഉണ്ട്. ഇതിൽ ഏത് പോയിന്റാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മളെ ഫീസിബിൾ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിൽ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം, മാക്സിമൈസ് സെഡ് എന്നാണ്. അപ്പോൾ മാക്സിമൈസ് സെഡ് ആണ് സെഡിലെ ഏറ്റവും വലുത് അല്ലേ? മാക്സിമം വാല്യൂ, സെഡിൻ്റെ മാക്സിമം വാല്യൂ. ഇവിടെ സെഡിൻ്റെ മാക്സിമം വാല്യൂ ഏതാണ് നോക്ക്. ഇവിടെ 150 ആണ്, 160 ആണ്, 80 ആണ്, 0 ആണ്. ഇവിടെ ഏറ്റവും മാക്സിമം വാല്യൂ 160 ആണ്. സോ നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ നിൽക്കുന്ന പോയിന്റ് ബി ആണ്. ഫീസിബിൾ സൊല്യൂഷൻ എന്താ? x1 4ഉം x2 6ഉം ആണ്. അതായത് നമ്മൾ നിർമ്മിക്കേണ്ടത് x1 4 നിർമ്മിക്കണം, x2 6 നിർമ്മിക്കണം. എങ്കിലേ നമുക്ക് നമ്മുടെ ആ ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാവും. x1 എന്ന് പറഞ്ഞാൽ കാറാണ്, x2 എന്ന് പറഞ്ഞാൽ ഗണ്ണാണ്. അപ്പോൾ ഈ ടോയ് കമ്പനി അവരെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? x1 അതായത് കാറ് 4 നിർമ്മിക്കണം, x2 ഗണ്ണ് 6 നിർമ്മിക്കണം. ഇങ്ങനെ 4 6 നിർമ്മിച്ചാൽ മാത്രമേ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേപോലെ നിങ്ങൾ സെഡ് കണ്ടുപിടിച്ചിട്ട് ഈ ഫംഗ്ഷൻ നോക്കുമ്പോൾ മിനിമൈസ് സെഡാന്ന് വിചാരിച്ചോ. എപ്പോഴാണ് മിനിമൈസ് സെഡ് എന്ന് വരിക? കോസ്റ്റ് ആണെങ്കിൽ. ഇങ്ങനെ മിനിമൈസ് സെഡ് ആണെങ്കിൽ നിങ്ങൾ ഇതിന് ഏത് വാല്യൂ ആണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതായിരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു മിനിമൈസിൻ്റെ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവും ഈ ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത് ലെക്ചർ നോട്ടായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇക്വേഷനെ ഈക്വൽ സൈനിക്ക് മാറ്റുക. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈക്വൽ സൈൻ ഉള്ളതാണ്.
നമ്മൾ ആ ഒരു ഇനീക്വാളിറ്റിയെ, അതായത് കൺസ്ട്രെയിൻസിനെ ഈക്വൽ സൈനിലേക്ക് മാറ്റി ഇക്വേഷനാക്കി മാറ്റി കഴിഞ്ഞിട്ട് x1 x2 0 കൊടുക്കുക, കറസ്പോണ്ടിങ് വാല്യൂസ് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫിലെ കോമൺ ഏരിയ കണ്ടുപിടിക്കുക. കോമൺ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലൈനിൻ്റെ താഴേക്ക് നോക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലൈനിൻ്റെ മുകളിലേക്ക് നോക്കുക. എന്നിട്ട് ഇത്രയും ഭാഗത്ത് കോമൺ ആയിട്ട് വരുന്ന ഏരിയ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ആ ഷെയ്ഡ് ചെയ്ത റീജിയനിലെ പോയിന്റിൻ്റെ പേര് കൊടുക്കുക, ABCDEFG പറഞ്ഞിട്ട് പേര് കൊടുക്കുക. ഓരോ പോയിന്റിലെയും x1 x2 കണ്ടുപിടിക്കുക. ആ x1 x2 സെഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സെഡ് മാക്സിമൈസ് സെഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂ മാക്സിമം വാല്യൂ ഓഫ് സെഡ് ആണ്. മിനിമൈസ് സെഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂ മിനിമം വാല്യൂ ഓഫ് സെഡ് ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് താഴെ എഴുതി വെച്ചു. ഫീസിബിൾ സൊല്യൂഷൻ x1 = 4, x2 = 6 എന്നുള്ളത് താഴെ എഴുതി വെച്ചു. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ ഇതേപോലെ ഒരു പ്രോബ്ലം തന്നിട്ട് മുഴുവൻ ചെയ്യാൻ പറയില്ല. മുഴുവൻ ചെയ്യാൻ മീൻസ് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുക പ്ലസ് ഗ്രാഫ് വരച്ച് അതിനെ ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ചോദിക്കാറില്ല. ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് 15 മാർക്കിന് ചോദിക്കും. അല്ലെങ്കിൽ എന്തേ പറയുള്ളൂ, ഒന്നെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഇക്വേഷൻ നേരെ ക്വസ്റ്റ്യനിലോട്ട് തരും, ഇതേപോലെ തരും, എന്നിട്ട് പറയും സോൾവ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ പ്രോസസ്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരിക ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റ്യൻ തന്നിട്ട് ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് ചോദിക്കും. ഫോർമുലേറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഇതുവരെ എഴുതിയാൽ മതി, ഇതുവരെ ചെയ്താൽ മതി. ഓക്കെ, പ്രോബ്ലത്തിൽ സോൾവ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സോൾവ് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് യൂസ് ചെയ്യേണ്ടുള്ളൂ, ഈ ഗ്രാഫൊക്കെ വരച്ചിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, ഇത് മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ചില ഭാഗങ്ങളിൽ സംശയങ്ങളുണ്ടാവും, ക്വൈറ്റ് നാച്ചുറൽ. അത് ചോദിക്കുക, പഠിക്കുക, ഉഷാറായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.